ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമി. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കി ജയ്. നരഹരി കി ജയ്. പ്രഹ്ലാദ് മഹാരാജ് കി ജയ്. ജയ 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 ശ്രീ രാധേശ്യാം. എൻ്റെ എല്ലാ മക്കൾക്കും നാരായണി ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്നലെ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദശകം 34 പഠിച്ചത്. രാമായണത്തിന്റെ ഒട്ടുമിക്ക കഥകളും കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 34-ാമത്തെ ദശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണ കഥ 24,000 ശ്ലോകമുള്ള രാമായണ കഥ മൊത്തം 2 ദശകമായിട്ടാണ് ഭട്ടതിരിപ്പാട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം നമുക്ക് ഇതിൽ നിന്നിട്ട് കാണാൻ പറ്റുമെന്നുള്ളത്. നമ്മള് ഇന്നലെ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം വരെ കഴിഞ്ഞു. പട്ടാഭിഷേകം മുടങ്ങിയ പട്ടാഭിഷേകം അല്ല, ലാസ്റ്റിലെ പട്ടാഭിഷേകം അത് കഴിഞ്ഞു. പിന്നെ രാമരാജ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും നമുക്ക് കുറേ ഡൗട്ടുകളുള്ള കാര്യങ്ങളുണ്ട്. കഥ മൊത്തം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഉത്തര രാമായണത്തിലാണ് നമ്മുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗങ്ങളുള്ള എന്നുള്ളത്. രാവണൻ എന്ന് പറഞ്ഞാൽ ദശമുഖന് 10 തല. അങ്ങനെ ആ രാവണൻ ആരുടെ മകനായിരുന്നു, പിന്നെ അദ്ദേഹം ഇങ്ങനെ ആയത് എന്നൊക്കെ നമുക്കുള്ള ആ ഒരു ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലന്ന് പണ്ട് ഞാൻ ഈ രാമായണം ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീതയെ കട്ടുകൊണ്ട് പോയിട്ട് ശിംശുവാവൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്തുകൊണ്ട് വെച്ചു, അദ്ദേഹത്തിന് തൻ്റെ എന്താ പറയുക അന്തഃപുരത്ത് കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാമായിരുന്നല്ലോ. സീതാദേവിയെ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾ എത്ര എതിർത്ത് കഴിഞ്ഞാലും എന്താ ബലം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുമായിരുന്നല്ലോ. എന്നിട്ടും ഇതൊന്നും ചെയ്തില്ല. എന്താണ് അതിനുള്ള കാരണങ്ങൾ? ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഭയങ്കര സംശയങ്ങളായിരുന്നു. പക്ഷെ ആ സംശയം മൊത്തം എനിക്ക് ദൂരീകരണം ചെയ്ത് ഉത്തരരാമായണത്തിൽ കൂടിയാണ്. സാധാരണ നമ്മളത് വായിക്കാറില്ല, അമ്പലങ്ങളിലൊക്കെ വായിക്കുന്ന സമയത്തും അത് വായിക്കാറില്ല. പക്ഷെ അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. രാവണന്റെ അമ്മ കൈകേയസി, അച്ഛനാണെന്നുണ്ടെങ്കിൽ വിശ്രവസ്. അവര് സന്ധ്യാസമയത്ത് കൈകേയസി അച്ഛനോട് വളരെ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്താ പറ്റിയത്, ഉണ്ടായിരിക്കുന്ന പുത്രന്മാരെല്ലാം വളരെ ക്രൂരന്മാരായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ സന്ധ്യാസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സന്ധ്യാനാമങ്ങൾ ചൊല്ലിയിട്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ കീർത്തിക്കാനുള്ള ഒരു സമയമാണ്. ആ സമയത്ത് വേറെ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് അശുഭമായിട്ടേ വരത്തുള്ളൂ. പക്ഷേ കൈകേയിക്ക് മനസ്സിലായി കഴിഞ്ഞു, ഞാൻ ചെയ്തത് വളരെ അപരാധമാണ്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്കും ദശമുഖൻ, കുംഭകർണൻ, ശൂർപ്പണഖ ഇവര് 3 പേരും രാക്ഷസി സ്വഭാവമുള്ളവരായിരിക്കും. പക്ഷെ ഉണ്ടാവുന്ന നിനക്ക് ലാസ്റ്റിലുണ്ടാവുന്ന കുട്ടിയാണെങ്കിൽ നിനക്ക് ഭയങ്കര ഒരു ഭാഗവത പ്രിയനായിരിക്കും. അവൻ ചിരനാള് ജീവിക്കുമെന്ന് പറഞ്ഞു. അതാരാണ്? ആരാണത്? വിഭീഷണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കാലം ജീവിക്കും, നാരായണ പ്രിയനായിരിക്കും അവന്. അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ കുട്ടികളെല്ലാം വളരുന്ന സമയത്ത് ഈ കൈകേയസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് കുറച്ചൊരു ഉണ്ടല്ലോ, അസൂയ, കുശുമ്പ്, കുന്നാമ്പത്തരം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. അന്നേരം ഈ വിശ്രവസിന്റെ തന്നെ മകനാണ് കുംഭകർണനല്ല, ധനേശ്വരന്. നമ്മുടെ ഇപ്പോഴത്തെ ദേവന്മാരുടെ ട്രഷറർ ആരാ? ദേവന്മാരുടെ ട്രഷറർ ആരാ? പറ.
അല്ല, കുബേരൻ ദുര്യോധനല്ല, കുബേരൻ കുബേരൻ കുബേരൻ. കുബേരൻ കുബേരന്. കുബേരൻ അന്നേരം ഈ രാവണന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജ്യേഷ്ഠനായിട്ട് വരും കുംഭകർണനാണ് അല്ല സോറി, കുംഭകർണനല്ല, കുബേരനാണ് ലങ്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ നഗരി എന്നാ പറയുന്നത് തന്നെ. അവിടെ പുഷ്പക വിമാനവും എല്ലാം വെച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അവർ ആ കുടുംബം ഇങ്ങനെ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസത്തില് ഈ പുഷ്പക വിമാനത്തിലാന്നെ കുബേരൻ പോകുന്ന സമയത്ത് കൈകേയസ് ഇത് കാണുന്നു. എന്നിട്ട് രാവണനോട് പറയുന്നു, കണ്ടില്ലേ, ഒരച്ഛന്റെ മക്കളാ, പക്ഷെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്, അവരെങ്ങനെയാ ജീവിക്കുന്നത്? ആ ഒറ്റ ഒരു വാക്ക് മതിയായിരുന്നു രാവണന്. രാവണൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഈ സ്ഥലമെല്ലാം ഇതെല്ലാം നമ്മുടേതായി തീരും, അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് അമ്മ വിഷമിക്കുക വേണ്ട എന്ന് പറഞ്ഞു. നേരെയാണെന്നുണ്ടെങ്കിൽ പോവുകയാണ് തപസ്സിന് വേണ്ടിയിട്ട് ഗോകർണത്ത് പോകുന്നു. ഗോകർണത്തിൽ 3 പേരും തപസ്സിനായിട്ട് പോകുന്നു. ആരൊക്കെ 3 പേര്? ദശമുഖൻ, രാവണൻ, പിന്നെ കുംഭകർണൻ, തന്നെ വിഭീഷണന്. ഇവര് 3 പേരും വളരെ കഠിനമായിട്ട് തന്നെ തപസ് ചെയ്തു എന്നുള്ളതാ. തണുപ്പ് കാലത്താണെന്നുണ്ടെങ്കിൽ ഐസിന്റെ പുറത്ത് നിന്നിട്ട്, ചൂടുകാലത്ത് ചുറ്റിനും തീകുണ്ടം ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുവിൽ നിന്നിട്ട് തപസ് ചെയ്തു. മഴക്കാലത്താണെന്നിട്ട് നദിയിൽ ഇറങ്ങി നിന്നിട്ട് അത്രയ്ക്കും കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നു. വർഷങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ദശമുഖൻ എന്ത് ചെയ്തു? ഓരോരോ തല അറുത്തിട്ട് ഹോമകുണ്ടത്തിലേക്ക് ഇട്ടു വന്നു. അവസാനം ഒരു തല മാത്രമായി. വർഷങ്ങൾ ഇങ്ങനെ ഓരോ വർഷങ്ങളില്ല ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവസാനം ഈ ഒരു തലയും കൂടി അറുത്തിടാൻ നേരത്തെ പറഞ്ഞു, മതി മതി നിന്റെ സാഹസ്യം. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു അവിടെ. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടുന്നത്? വേണ്ടുന്നത് എന്താണ് വേണ്ടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നു, എനിക്ക് ഈ ലോകത്തിലെ ചക്രവർത്തിയാവണം. മീൻസ് എല്ലാവരെയും എന്നെ ആരാധിക്കണം, എല്ലാവരും എന്നെ ഇത് ഞാനാണ് ഈ ലോകത്തിന്റെ അധിപൻ എന്നുള്ള ആ രീതിയിൽ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എനിക്ക് മരണം ഉണ്ടാവരുത്. അന്നേരം ബ്രഹ്മാവ് തന്നെ പറയാം, എനിക്കും മരണമുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് ആവരം തരുന്നത്? അതുകൊണ്ട് മനുഷ്യനാല് എന്നെ കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത്. മനുഷ്യരാരും എന്നെ കൊല്ലാൻ പാടില്ല എന്ന് പറയുവാണ്. ശരി, തഥാസ്തു പറഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ പാട്ടിന് പോയി. അന്നേരം ഇവൻ എന്താ വിചാരിക്കുന്നത്? മനുഷ്യര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൃമികളെ പോലെയാ രാവണന്റെ മുമ്പില്. ആ രാവണന്റെ മുമ്പിൽ നമ്മൾ കൃമികളെ പോലെ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മനുഷ്യൻ അവനെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്. സാക്ഷാത് നാരായണന് വിചാരിച്ചാൽ എന്താ പറ്റാത്തത്? അങ്ങനെ വളരെ ഈ ലോകം മൊത്തം അധിപനായി എന്നുള്ള ആ രീതിയിൽ ഈ കൈലാസം പോലും എടുത്ത് അമ്മാനമാടുന്നു. അത്രയ്ക്കും ആ എന്താ പറയുന്നത്, ആ ഒരു വീരത തെളിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ചെന്നിട്ട് യുദ്ധത്തിന് വിളിക്കുന്നു. രാവണനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ച് ഓടി ഒളിക്കുക ചെയ്യുന്നത്. രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആരുമല്ല. അതുകൊണ്ട് രാവണന് സറണ്ടർ ആയിട്ട് രാവണനെയാണ് ആദിവൻ എന്നുള്ള രീതി എല്ലാവരും സ്വീകരിച്ച് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിട്ട് അതുകൊണ്ട് എന്താ, അവന് മതോന്മത്തനായി എന്നുള്ളതാ. അവന്റെ സ്വഭാവത്തിലെല്ലാം ഭയങ്കര, യഥാർത്ഥത്തിൽ ഇവൻ രാവണൻ ബ്രാഹ്മണനുമാണ്, അത് മഹാപണ്ഡിതനും കൂടിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, പാണ്ഡിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? താഴ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അല്ലാതാന്നുണ്ടെങ്കിൽ അഹങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. സാധാരണ ഇത് എന്താ, പ്രത്യേകിച്ച് അസുരന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാക്ഷസി സ്വഭാവം ഉള്ളവർക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവര് ദുരുപയോഗപ്പെടുത്തത്തേ ഉള്ളൂ. അതുകൊണ്ട് കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയനല്ലേ, സ്വന്തം അനിയനല്ലേ. രാവണൻ എന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ലങ്കയിൽ ചെന്നു. ലങ്കയിൽ ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, ഈ ലങ്കാനഗരി, ഈ പുഷ്പക വിമാനവും എന്റേതാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് പൊക്കോണമെന്ന്. അന്നേരം കുബേരനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുബേരന് സ്വന്തം അപ്പൂപ്പൻ തന്നെ ഉപദേശിച്ചു, മാനെ അവനാണെന്നുണ്ടെങ്കിൽ ക്രൂരനാണ്, നമുക്ക് അവനുമായിട്ടൊരു യുദ്ധത്തിന് പോകണ്ട, അവനുമായിട്ടൊരു വൈര്യം വേണ്ട, അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോയി താമസിക്കാന്ന് പറഞ്ഞ് അവര് ലങ്കയും പിന്നെ പുഷ്പക വിമാനമല്ല ഈ രാവണന് വിട്ടുകൊടുത്തു എന്നുള്ളത്. അങ്ങനെ പുഷ്പക വിമാനത്തെ കയറിയിട്ട് രാവണൻ ഇങ്ങനെ സഞ്ചാരം തുടങ്ങി എന്നുള്ളത്. എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അങ്ങനെ ഈ രാവണന്റെ അതിക്രമം ഒരുപാടായിരുന്ന സമയത്ത് കുബേരൻ എന്ന് പറഞ്ഞ സ്വന്തം അനിയനല്ലേ രാവണൻ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ദൂതനെ അയച്ചു. ആ ദൂതനോട് പറഞ്ഞു വിട്ടു, ഒരുപാട് നീ അതിക്രമം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതെല്ലാം നിർത്തു, ശാന്തനായിട്ട് സമാധാന പ്രിയനായിട്ട് നീ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ദൂതനെ അയക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സന്ദേശം കൊണ്ട് ആ ദൂതനവിടെ പോകുന്നത്. ദൂതനവിടെ പോയ സമയത്ത് ഇതൊന്നും പറയുന്നത് രാവണന് ഇഷ്ടപ്പെട്ടില്ല. ദൂതനെ അങ്ങ് വെട്ടിക്കൊന്നു എന്നുള്ളതാ. അന്നേരം അവിടെ ഒരു ശാപം കിട്ടുന്നു, ദൂതനാൽ തന്നെ നിന്റെ മരണത്തിന് ഒരു കാരണം ദൂതൻ തന്നെയായിരിക്കുമെന്ന്.
അങ്ങനെ ഒരു ശാപം ആദ്യമേ തന്നെ വാങ്ങിക്കൂട്ടി എന്നുള്ളത് രാവണന്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്ദികേശന്, നന്ദി ശിവഭഗവാന്റെ ഇവനാണെന്നുണ്ടെങ്കിൽ കൈലാസത്തിലൊക്കെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ അള്ളവിള്ള ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ നന്ദീശ്വരൻ എന്ത് ചെയ്തു, ഒരു വാനര രൂപത്തിൽ വന്നിട്ട് രാവണനെ ഉപദേശിക്കാൻ തുടങ്ങും. അന്നേരം നീ ഒരു വെറും തുച്ഛനായിട്ടുള്ള വാനരനാണ്, നീ എന്നെ ഉപദേശിക്കാറായോ എന്ന് പറഞ്ഞിട്ട് ആ നന്ദീശ്വരനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, പുച്ഛിക്കാൻ തുടങ്ങി. അന്നേരം നന്ദീശ്വരനും ശാപം കൊടുക്കുന്നു, ഒരു വാനരനാൽ തന്നെ, വാനരൻ മുഖേന നിന്റെ അന്ത്യം സംഭവിക്കും എന്നുള്ളത്. അതൊന്നും ഒരു മുഖവിലക്കെടുത്തില്ല. ഇങ്ങനെ തന്നെ ആധിപത്യവും ധാർഷ്ട്യവും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു എന്നുള്ളത് രാവണൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൈലാസത്തുകൂടെ പുഷ്പവിമാനത്തിൽ ഇങ്ങനെ പറക്കുന്ന സമയത്ത് കുശധ്വജ മുനിയുടെ പുത്രിയായിട്ടുള്ള വേദവതി, അവള് കൈലാസത്തിൽ ഇരുന്നിട്ട് തപസ്സിനിയാണ്, തപസ് ചെയ്യുന്ന ഒരു കുടിലൊക്കെ കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യുന്ന സമയത്ത് ഈ വേദവതിയെ കണ്ടപ്പം പുഷ്പവിമാനം അവളെ താഴെ ഇറക്കിയിട്ട് ഈ വേദവതിയുടെ അടുത്ത് ചെന്നു. വേദവതിയുടെ അടുത്ത് ചെന്നിട്ട് പിന്നെ ഭവതി ആരാണാവോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നു, ഞാൻ കുശധ്വജ മുനിയുടെ പുത്രിയായിട്ടുള്ള വേദവതിയ, എന്തിനു വേണ്ടിയാണാവോ ഈ തപസ്, എനിക്ക് വൈകുണ്ഠേശ്വരനെ എന്റെ പതിയായി കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ തപസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അന്നേരം പറയുന്നു, ഈ വൈകുണ്ഠേശ്വരൻ ആരാ, എന്നെ പോലും പേടിച്ചിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ഒളിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നവനാ, അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ വൈകുണ്ഠേശ്വരനല്ല നിന്റെ പതി, ഞാനാണ് നിന്റെ പതി. അതുകൊണ്ട് എന്ത് ചെയ്തു, അവര് രണ്ട് ചെവിയും പൊത്തി. പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇത് കേൾക്കുന്നത് തന്നെ അപമാനമാണ്, ദയവ് ചെയ്ത് ഇവിടുന്ന് പോവെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്താ ചെയ്ത് അവളെ തലമുടിക്ക് ചുറ്റി പിടിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് വേദവതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ ശപിക്കുവാണ്. നീ എന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചു, എന്നെ അപവിത്രയാക്കി, അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ ദേഹം ത്യാഗം ചെയ്യുക, പക്ഷെ നിനക്ക് ഒരു ശാപം ഞാൻ തരുവാണ്, അടുത്ത ജന്മം അയോധ്യയായിട്ട് വന്നിട്ട് ഭൂമിദേവിയുടെ പുത്രിയായിട്ട് ഞാൻ പിറക്കും, ഞാൻ പിറന്നിട്ട് ഞാനായിരിക്കും നിന്റെ മരണത്തിനുള്ള കാരണക്കാരിന്ന്. അങ്ങനെയാണ് ഈ വേദവതിയാണ് അടുത്ത ജന്മം സീതാദേവിയായിട്ട് വരുന്നതെന്നുള്ളതാണ്. ദരിദ്രപുത്രിയല്ലേ, ഭൂമിദേവിയുടെ പുത്രിയായിട്ടാണല്ലേ വരുന്നത്, യോനി നിന്നിട്ടല്ലല്ലോ അവര് ജനിക്കുന്നത് തന്നെ. ഓ ഗോഡ്. യോനിന്നല്ലല്ലോ അവര് വരുന്നത്, അയോധ്യനിയായിട്ട് സീതാദേവി പിറക്കുന്നു, അത് രാവണന്റെ മരണകാരണമാകുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, സീത ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തന്നെ ഒരു സംശയമായിരുന്നു, ശിവവൃക്ഷത്തിന് ചുവട്ടി കൊണ്ടുവച്ചു, എന്തുകൊണ്ട് സീതാദേവിയെ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം ജബർദസ്തി അവരെ കീഴ്പ്പെടുത്താൻ നോക്കിയില്ല എന്നുള്ളത്, നിർബന്ധപൂർവ്വം കീഴ്പ്പെടുത്താൻ നോക്കിയില്ല എന്നുള്ളത്. അതിനും ഒരു കാരണമുണ്ട്. ധനേശ്വരന്റെ പുത്രനായിട്ടുള്ള നളകുബേരന്റെ ഭാര്യയാണ് രംഭ. അതാണെന്നുണ്ടെങ്കിൽ രാവണന്റെ മരുമകളായിട്ട് വരും എന്നുള്ളത്. നളകുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണന്റെ മകനായിട്ട് വരുമല്ലോ, ജ്യേഷ്ഠന്റെ മകനല്ലേ. പക്ഷെ ഈ രംഭയുടെ സൗന്ദര്യം എല്ലാം ഇവിടെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ രാവണൻ എന്താ വിചാരിച്ചത്, ഇവളെ എനിക്ക് സ്വന്തമാക്കണം, അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവളെ ഞാൻ സ്വന്തമാക്കും. രംഭയോട് പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് നിന്നെ സ്വന്തമാക്കണം, അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന് പറയും. പക്ഷെ അവര് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ, നിന്റെ പുത്രി തുല്യാണ് ഞാൻ, ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതെന്നുണ്ടെങ്കിൽ രംഭ പറയുന്നു. പക്ഷെ രംഭയാണെന്നുണ്ടെങ്കിൽ ജബർദസ്തി കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുന്ന സമയത്ത് നളകുബേരൻ അവിടെ വരുന്നു, ഭർത്താവ്, രംഭയുടെ ഭർത്താവ് വരുന്നു. ഭർത്താവ് വന്നിട്ട് ശപിക്കുക ചെയ്യുന്നത്. എന്താണ് ശാപം കൊടുക്കുന്നത്, ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇഷ്ടമില്ലാതെ അവളെ തൊടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ തല പൊട്ടി തെറിച്ചു പോട്ട് എന്നുള്ളത്. അങ്ങനെ നീ നുറുങ്ങി വീണിട്ട് നീ മരിക്കും എന്നുള്ള ആ ശാപം നളകുബേരൻ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സീതാദേവിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം തന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കാൻ അവന് പറ്റാതെ പോയത്. പിന്നെ ഒരു സ്ത്രീകളെയും അവരുടെ ഇഷ്ടത്തിനല്ലാതെ അവരെ ടച്ച് ചെയ്യാൻ രാവണന് പറ്റിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ രണ്ട് ശാപങ്ങളായിരുന്നു, വേദവതിയുടെ ശാപവും പിന്നെ ആരുടെ, രംഭയുടെ ശാപവും. നമ്മൾ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള സംശയം, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയുന്നത് എന്നുള്ളത്. അതുകൊണ്ട് കുംഭകർണന് രാവണന് ഈ ഒരു ഇത് കിട്ടി, എന്നിട്ട് കുംഭകർണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അന്നേരം കുംഭകർണന്
എല്ലാവർക്കും കൂടി ആണെന്നുണ്ടെങ്കിൽ അവരോട് ഇഷ്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം തന്നെ കാണില്ലല്ലോ. അതുകൊണ്ട് കുംഭകർണനെ എന്ത് ചെയ്തു, സരസ്വതി ദേവിയെ പറഞ്ഞ് ചെന്നിട്ട് വിദ്യ വേണമെന്ന് പറയുന്നതിന് വരെ നിദ്ര വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തഥാസ്തു പറഞ്ഞു. നിദ്ര, എപ്പോഴും നിദ്ര. പക്ഷെ അത് മാറ്റി രാവണൻ പിന്നെ തപസ്സൊക്കെ ചെയ്തിട്ട് പിന്നെ 6 മാസം നിദ്ര, 6 മാസം ഉണർന്നു ഇരിക്കുന്ന ആ വരം വാങ്ങിച്ചു. പിന്നെ വിഭീഷണന് എന്താ ചെയ്തത്, ഞാൻ നാരായണ പ്രിയനാവണം, എനിക്ക് നാരായണന്റെ ഭക്തി മാത്രം മതി എന്നുള്ള ആ ഒരു വരം ചോദിച്ച് തഥാസ്തു പറഞ്ഞു ഭഗവാൻ എന്നുള്ളതാ. അങ്ങനെ വിഭീഷണൻ വളരെ നാരായണപ്രിയനായിട്ട് വളരെ ശാന്തനായിട്ട് ജീവിതം കൊണ്ടുപോകുന്നു. ഇവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ജീവിതം അവര് തയ്ച്ചുകൊണ്ട് പോവുക. പിന്നെ ഇനി വേറൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീരാമസ്വാമിയെ പറ്റിയാണ്. അവസാന സമയം ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അയോധ്യയിലെ ജനങ്ങളും ശ്രീരാമസ്വാമി എല്ലാം കൂടെ സരയൂ നദിയിൽ പോവുക എന്നുള്ളതാ. അതിനു മുമ്പിട്ടൊരു കഥ നടന്നിട്ടുണ്ട്. ആ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഈ ലോകത്തെ ലീലകളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഭഗവാന് സ്വന്തം ധാമിലേക്ക് തിരിച്ചു പോകണം. അതിനുള്ള സമയമായി കഴിഞ്ഞു. അതിനെന്താ ചെയ്ത യമരാജൻ സ്വയം വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീരാമസ്വാമിയോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടും മാത്രമല്ലാതെ ഈ സംഭാഷണം വേറൊരാൾ കേൾക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ശ്രീരാമൻ കൊല്ലണമെന്ന് പറയും. മനസ്സിലായോ? അങ്ങനെ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് യമരാജനാണെന്നുണ്ടെങ്കിൽ ശ്രീരാമസ്വാമിയായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. അന്നേരം ലക്ഷ്മണനെ അവിടെ എന്ത് ചെയ്തു, കാവൽക്കാരനായിട്ട് വെച്ചു. ഇവരുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാ വരുന്ന, അയോധ്യയിലെ കൊട്ടാരത്തിലാണ് ദുർവാസാവ് വരുന്നു. അന്നേരം ലക്ഷ്മണൻ വിചാരിക്കും, ദൈവമേ, ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ തന്നെ കൊല്ലേണ്ടി വരും. പക്ഷെ ആണെന്നുണ്ടെങ്കിൽ ദുർവാസാവ് ശപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കുടുംബം മൊത്തം നശിച്ചു പോകും. അതുകൊണ്ട് എന്താ വേണ്ടുന്നത്? പക്ഷെ അന്നേരം ലക്ഷ്മണൻ വിചാരിക്കുന്നുണ്ട്, എന്റെ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് മരണമായി കഴിഞ്ഞാൽ എനിക്ക് മോശപ്രാപ്തി ഉണ്ടാവുന്നത്. അതുകൊണ്ട് ലക്ഷ്മണൻ സ്വയം എന്താ വിചാരിക്കുന്നത്, ഇവരുടെ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ചെന്ന് കയറുക. യമരാജന്റെ ശ്രീരാമസ്വാമിയുടെ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ചെന്ന് കയറുന്നു. അന്നേരം നേരത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഇടയ്ക്ക് വരുന്നുണ്ടോ, ഇടയ്ക്ക് സംഭാഷണം തടസ്സപ്പെടുത്തുന്നുണ്ടോ, അവരെ ശ്രീരാമചന്ദ്രൻ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ലക്ഷ്മണനും ഇതറിയാം, ശ്രീരാമനും ഇതറിയാം. എന്താ ചെയ്യേണ്ടത്? തന്റെ പ്രാണനാണ് ലക്ഷ്മണന്. ഞാൻ എങ്ങനെ ലക്ഷ്മണനെ കൊല്ലും? കൊല്ലാൻ പറ്റത്തില്ലല്ലോ. ആ രണ്ടുപേരും അതേപോലെയുള്ള ആ ഒരു സങ്കടഘട്ടത്തിലായിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ ദുർവാസാവിനെയൊക്കെ വേണ്ട വിധം സ്വീകരിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും വിട്ട് ദുർവാസാവ് തിരിച്ചു പോയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ യമരാജൻ പറഞ്ഞു, അങ്ങ് വാക്ക് പറഞ്ഞത് അത് പാലിക്കുക തന്നെ വേണമെന്ന് പറയും. അതിനെന്ത് ചെയ്യുമെന്നറിയാമോ? ലക്ഷ്മണനെയാണ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ ആ കൊട്ടാരത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ തള്ളിപ്പറയുക, അല്ലെങ്കിൽ അവരെ വേണ്ടാന്ന് ഉപേക്ഷിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മരിച്ചതൊരു തുല്യമായിട്ടുള്ള ഇതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് തന്നെ ലക്ഷ്മണനെ നിഷ്കാസനം ചെയ്തു. അങ്ങനെ ലക്ഷ്മണന് തപസ് ചെയ്ത് അങ്ങനെ സ്വധാമിലേക്ക് തിരിച്ചു പോയി. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അനന്ത ഭഗവാനല്ലേ. അങ്ങനെ സമയമായെന്ന് വെച്ചു. അതുകൊണ്ട് പിന്നെ ഭഗവാൻ അവിടെ നിന്നില്ല എന്നുള്ളതാ. ഭഗവാൻ എന്ത് ചെയ്തു, അയോധ്യയിലെ ജനങ്ങളോടെല്ലാം പറഞ്ഞു, ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് എന്റെ ധാമിലേക്ക് പോവാണ്. അവർക്കെല്ലാം അറിയായിരുന്നു ഭഗവാനാണെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അത്രയ്ക്കും സുഹൃത്തികളെ ആ സമയത്തൊക്കെ ജനിക്കുള്ളല്ലോ. ധാമിലേക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഭഗവാന്റെ കൂടെ തന്നെ പോയി സരയൂ നദിയിൽ അവരിറങ്ങി. പിന്നെ അവരെ ആരും കണ്ടിട്ടേ ഇല്ല എന്നുള്ളത്. ആ സരയൂ നദി ഇപ്പോഴും അവിടെ അയോധ്യയിലുണ്ട്. നമ്മളൊക്കെ അയോധ്യ പോകുന്നവരെല്ലാം പോയിട്ട് സരയൂ നദിയിൽ കുളിക്കണം. അവിടെ വലിയൊരു നദിയാണ്, ഗംഗയുടെ കൂട്ടാൻ വിശാലമായിട്ടുള്ളതാണെന്നുള്ളതാണ്. ആ നദിയിൽ നമ്മൾ കുളിക്കണം. കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാ പറയുന്നത്. ഇത്രയും കഥകളാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, മീൻസ് ഞാൻ കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഇത് കൊടുത്തത്. അതേപോലെ തന്നെ മയന്റെ മകളായിട്ടുള്ള മണ്ഡോദരിയാണ് രാവണൻ പട്ടമഹർഷിയായിട്ട് കല്യാണം കഴിച്ചത്. ആദ്യം കല്യാണം കഴിച്ചത് മണ്ഡോദരിക്ക് പുത്രന്, അതാണ് ഇന്ദ്രജിത്ത് എന്ന് പറയും. ഇന്ദ്രനെ ജയിച്ചത് കൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്നുള്ള പേര് കിട്ടുക. ഇനി ഇവരെയൊക്കെ പിന്നെ കൊല്ലുന്നതൊക്കെ നമുക്ക് കഥകൾ അറിയാവുന്നതാണ്. ഇത് നമുക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവായതുകൊണ്ട് ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. ഹരേ കൃഷ്ണ. നമുക്കിനി നമ്മുടെ നാരായണത്തിലേക്ക് പോവാം. ഇന്നലെ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ 2 ശ്ലോകമേ പഠിക്കാൻ പറ്റുള്ളൂ.
ഈ ദശകം 34-35 ഓടാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പതുക്കെ പോവാം. ഗീർവാണീരർത്ഥമാനോ ദശമുഖ നിധനം കോശലേ ശിക്ഷശിംഗേ പുത്രിയാമിഷ്ടമിഷ്ടാദുഷിതശരദാസ്മാവൃതേ പായസാഗ്രം തൽഭുക്ത്യാ തൽപുരന്തരീശവി ശിശു സമം ജാലഗർഭാസുജാതോ രാമസ്തല്ലക്ഷ്മണീന സ്വയമത ഭരതേന വിശത്രുഘ്നനാംന. എന്താണ്? രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ മനുഷ്യനായിട്ട് അയോധ്യയില് ശ്രീരാമനായിട്ട് അവിടെ പറക്കുന്നു. ശ്രീരാമന്റെ സഹോദരങ്ങളായിട്ട് ലക്ഷ്മണൻ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന് 4 പേര് ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ അവരുണ്ടാവുന്നത്? പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയിട്ട് പായസം കൊണ്ടുവന്നു. ആ പായസത്തിൽ നിന്ന് കഴിച്ചത് കൊണ്ടാണ് ഇവര് ഈ എന്താ പറയുന്നത്, ദശരഥന്റെ ഭാര്യമാര് 3 പേരും ഗർഭം ധരിച്ച് അവരെ പ്രസവിച്ചു. അങ്ങനെ അവര് 4 പേര് കുട്ടികളുണ്ടായി. അതാണ് ഈ പറയുന്നത്. അന്നേരം ഇതിൽ നിന്ന് നമുക്ക് ഒറ്റ കാര്യം, പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയതാണ് ഋഷ്യശൃംഗി. അയോധ്യയിലെ രാജാവിന് 3 പത്നിമാര് ഒരുപാടുണ്ട്, പക്ഷെ മെയിൻ ആയിട്ടുള്ളതാ ഇവര് 3 പത്നിമാര്. അവർക്ക് കുട്ടികളില്ലായിരുന്നു. കുട്ടികളില്ലാത്തത് കൊണ്ട് പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയിട്ട്, യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് തന്നെ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നു എന്നുള്ളത്. ഋഷ്യശൃംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതേപോലുള്ള ബ്രഹ്മചാരി. അതുവരെയാണെന്നുണ്ടെങ്കിൽ ഋഷ്യശൃംഗനാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ കണ്ടിട്ട് പോലും ഇല്ല, ആരാണെന്ന് പോലും അറിയില്ല. വനത്തിൽ അതേപോലെയായിരുന്നു അദ്ദേഹത്തെ വളർത്തി എന്നുള്ളതാണ്. ആ ഋഷ്യശൃംഗനാൽ നടത്തപ്പെട്ട ആ യജ്ഞത്തിലാണ് പായസം വന്നിട്ട് ഇവര് 4 പേര് കുട്ടികൾ ഉണ്ടാവുന്നത്. പായസം കഴിച്ചു ഒരു 4 പേരും കുട്ടികൾ ഉണ്ടാവുന്നു. അതാണ്. അടുത്തത് എന്തുവാ? അന്നേരം ശ്രീരാമസ്വാമിയുടെ മെയിൻ പർപ്പസ് എന്താണ്? ഈ അവതാരത്തിന്റെ മെയിൻ പർപ്പസ് എന്താണ്? രാവണ നിഗ്രഹം. കോദണ്ഡീ കൗശികസ്യ കൃതപരമവിധം ലക്ഷ്മണീനാനുയാതോ യാദോ ഭൂതാദവാജാ മുനികഥിതമനോ ദ്വന്ദ്വശാന്ത്യ ദുഹേദാ ന്യൂനാം ത്രാണായ ബാണേ മുനിവചനബലാ താടകാം പാടയിത്യ ലത്താസ്മാദസ്ത്രജാലം മുനിവനമഗമോ ചിത്താശ്രമാഖ്യാ കോദണ്ഡീ കൗശികസ്യ കൃതപരമവിധം ലക്ഷ്മണീനാനുയാതോ യാദോ ഭൂതാദവാജാ മുനികഥിതമനോ ദ്വന്ദ്വശാന്തദുഹേതാഃ നൂനാം ത്രാണായ ബാണേ മുനിവചനബലാ താടകാം പാടയിത്യ ലബ്ധാസ്മാദസ്ത്രജാലം മുനിവനാഗമോ ദേവസിദ്ധ്യാശ്രമാഖ്യം. അങ്ങനെ കുട്ടികളെല്ലാം വളരുന്നു. വളരെ സന്തോഷമായിട്ട് അയോധ്യയിലെ പ്രജകളും രാജാവിന്റെ പത്നിമാരും എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഈ കുട്ടികളുടെ വളർച്ച ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളിൽ നോക്കി അവർ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കല് വിശ്വാമിത്രൻ എന്നുണ്ടെങ്കിൽ കാട്ടിൽ നിന്നിട്ട് വരുന്നത്. ഇവരുടെ കുലഗുരു വസിഷ്ഠനാന്ന് ഓർത്തോണം. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാമിത്രന്റെ തന്നെ വേറൊരു കഥയുണ്ട്. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു. ആ രാജാവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേട്ടയാടി നായാട്ടിനൊക്കെ പോയി വളരെ ക്ഷീണിച്ചു വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാട്ടില് വസിഷ്ഠമുനിയുടെ ആശ്രമം കണ്ടു. വസിഷ്ഠമുനിയുടെ ആശ്രമത്തില് അവർക്ക് വളരെ രാജകീയമായിട്ടുള്ള ആതിഥേയം കിട്ടി. അവരെ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പേർക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഉള്ള ഭക്ഷണവും ഒക്കെ കിട്ടി കൊടുത്ത് എങ്ങനെയാണ് പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്ത് പറയും കാമധേനു അവിടെ നിൽക്കുന്നുണ്ട്. കാമധേനുവാണ് ഇതെല്ലാം ചെയ്തത്, ഞാനല്ല ഒന്നും ചെയ്തതെന്ന് പറയുന്നു. അന്നേരം ഈ വിശ്വാമിത്രനെ എന്താ പറയുന്നത്, ഈ കാമധേനു വന്നെങ്കിൽ രാജകൊട്ടാരത്തിൽ വേണ്ടതാ, അല്ലാതെ നിങ്ങളുടെ ആശ്രമത്തിലല്ല വേണ്ടുന്നതെന്ന് പറയും. പക്ഷെ അങ്ങനെ വസിഷ്ഠൻ തയ്യാറായില്ല. വസിഷ്ഠനും വിശ്വാമിത്രനോട് ഭയങ്കര ഘോര യുദ്ധം നടക്കുന്നു എന്നുള്ളത്. പക്ഷെ വസിഷ്ഠന്റെ ആ യോഗപര ശക്തി കൊണ്ട് എന്താ അവിടുത്തെ തരുക്കളെല്ലാം മരങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിൽ സൈനികരായിട്ട് വിശ്വാമിത്രനെ സൈനികരെ അവിടുന്ന് ഓടിച്ചു എന്നുള്ളതാണ്. അന്നേരം വിശ്വാമിത്രന് മനസ്സിലായി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ആധ്യാത്മികതയുടെ മുന്നിൽ ഒന്നുമല്ല. അതുകൊണ്ട് എന്താ രാജഭാരം എല്ലാം മകനെ ഏൽപ്പിച്ചിട്ട് നേരെ തപസ്സിന് പോവുക ചെയ്ത്. അങ്ങനെ തപസ്സിന് പോയിട്ട് വലിയ മഹർഷിയാവുക ചെയ്യുന്നത്. അങ്ങനെ വനത്തില് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്ന സമയത്ത് മാരീച്, സുബാഹു ഇവരെല്ലാവരും എന്ത് ചെയ്യും? രാക്ഷസന്മാരെല്ലാവരും രക്തവും മലവും മൂത്രവും എല്ലാം ആണെന്നുണ്ടെങ്കിൽ യാഗത്തിലൊക്കെ എടുത്തിടുന്നു. അതുകൊണ്ട് ഈ രാമനെയും ലക്ഷ്മണനെയും എന്റെ കൂടെ വിടണം, അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും. ആദ്യമൊക്കെ ദശരഥന് ഭയങ്കര വിഷമായിരുന്നു. വസിഷ്ഠമുനി ഉപദേശിച്ചു. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെ അല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് രാമൻ ഭഗവാന്റെ അവതാരം തന്നെയാണ് രാമൻ. അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാമായണത്തിൽ നമുക്ക് വളരെ നല്ലതുപോലെ അത് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്.
അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ദശരഥന് യാതൊരു പ്രയാസം ഇല്ലാതെ വിശ്വാമിത്രന്റെ കൂടെ വിട്ടു. വിശ്വാമിത്രൻ എന്ത് ചെയ്തു? രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം അവർക്ക് ദാഹവും വിശപ്പും വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ 2 മന്ത്രത്തിന്റെ പേര് ഇന്നലെ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്നലെ ആരോ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ബല അതിബല 2 മന്ത്രമാണ്. വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബല അതിബല, അങ്ങനെ 2 മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവര് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ താടക എന്ന് പറയുന്ന ഒരു ഭയങ്കര അസുര സ്ത്രീ വന്നിട്ട് രാക്ഷസി വന്നിട്ട് ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? തന്റെ അമ്പ് എഴുതിട്ട് ഇവളെ ആദ്യം കൊല്ലുന്നു. ഭഗവാൻ അന്നേരം ആദ്യം കൊല്ലുന്നത് ഒരു സ്ത്രീയെ തന്നെയാണ്. കൃഷ്ണാവതാരത്തിലും ആദ്യം കൊല്ലുന്നത് ഒരു സ്ത്രീയെ തന്നെയാണ്. അതാരാണ്? പൂതന. ഇനി നമ്മ കാണുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പഠിക്കാം. അങ്ങനെ വിശ്വാമിത്രന്റെ തപോവനത്തിൽ വരെ നമ്മൾ എത്തിച്ചേർന്നു. ഇനി അടുത്തത് മാരീജം ദ്രാവയിത്യ മഗശിരസി സരേര അന്യരക്ഷാംസി നിഗ്നൻ കല്യാം കുറുവന്നഹല്യാം പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹാം പിന്നാനാം ചന്ദ്രചൂഡം ധനുരവാനേ സുധാ ഇന്ദിരാമേവ ലപ്യ രാജ്യം പ്രാതിഷ്ഠതാസ്തം ത്രിവരവിസമം പ്രാദുർവീരേ തദാരേ സദാരേ മാരീചം ദ്രാവീത്യ മഗശിരസി സരേർ അന്യരക്ഷാംസി നിഗ്നൻ കല്യാം കുറുവന്നഹല്യ പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹാം പിന്നാന ചന്ദ്രചൂഡം ധനുരവനി സുധാ ഇന്ദിരാമേവ ലപ്യ രാജ്യം പ്രാതിഷ്ഠിതാസ്തം ത്രിപുരവിജയമം പ്രാദുർവീരേ സദാരേ മാരീചം ദ്രാവയിത്യ മഗശിരസി സരേർ അന്യരക്ഷാംസി നിഗ്നൻ കല്യാം കുർവന്ന അഹില്യ പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹ പിന്നാന ചന്ദ്രചൂഡം ധനുരവനി സുധാ ഇന്ദിരാമേവ ലപ്യ രാജ്യം പ്രാതിഷ്ഠിതാസ്തം ത്രിപുരവിജയമം പ്രാദുർവീരേ സദാരേ മാരീചം ദ്രാവയിത്യ മഗശിരസി ശരൈര് അന്യരക്ഷാംസി നിഗ്നൻ കല്യാം കുർവന്ന അഹല്യ പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹം പിന്നാന ചന്ദ്രചൂഡം ധനുര അവനിസുത ഇന്ദിരാ ഏവ ലപ്യ രാജ്യം പ്രാതിഷ്ഠിതാസ്തം ത്രിപുരവിജയമം പ്രാദുർവീരേ സദാരേ മാരീചം ദ്രാവയിത്യ മഗശിരസി ശരേര് അന്യരക്ഷാംസി നിഗ്നൻ കല്യാം കുർവന്നഹല്യ പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹം പിന്ദാന ചാന്ദ്രചൂഡം ധനുര അവനിസുത ഇന്ദിരാ ഏവ ലപ്യ രാജ്യം പ്രാതിഷ്ഠിതാസ്തം ത്രിപുരവിജയമം പ്രാദുർവീരേ സദാരേ. വായിക്കാമോ? മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഗ്നൻ കല്യാം കുർവന്നഹല്യ പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹം വിന്ദാനച്ചാന്ദ്രചൂഡം ധനു അവനിസുധാ ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠിതാ ത്വം ത്രിപുരബീജസമം പ്രാദുവീരൈ സദാരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈ അന്യരക്ഷാംസി നിഗ്നൻ കല്യാം കുർവന്നഖിലാം പദരജസ പ്രാപ്യ വൈദേഹഗേഹം പിന്നാന ചാന്ദ്രചൂഡം തനു അവനിസുതാ ഇന്ദ്രമേവ ലപ്താ രാജ്യം പ്രാതിഷ്ഠാസ്തം ത്രിപുരബീജസമം പ്രാദുർവീരേ സദാരൈഃ. മാരീചം ദ്രാവയിത്വം മഖശിരസി ശരൈരന്യരക്ഷാംസി നിഗ്നൻ കവർന്നകല്യാം പദരജസാ
പതിരജസാ പ്രാപ്യ വൈദേഹഗേഹം പിന്ദാനം ചന്ദ്രചൂഡം ധനുരവനിസുതാ വിന്നിരാമേവ ലപ്ത രാജ്യം പ്രാതിഷ്ഠിതാസ്തം ത്രിരവി ച സമം പ്രാപവീരൈ സദാരൈ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്താണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുറുവന്നഹല്യാം പതിപതരജസാ പ്രാപ്യ വൈദേഹഗേഹം വൃന്ദാനച്ഛാത്ര ചൂടം ധനുരവനിസുതാ ഇന്ദിരാമേവ ലബ്ധാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരവിജ സമം പ്രാതവീരൈ സദാരൈ. വെരി ഗുഡ്. നല്ല ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. മരീചം ദ്രാവിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കൂർവന്നഹല്യാം പതിപതരജസാ പ്രാപ്യ വൈദേഹഗേഹം പിന്ദാന ചാന്ദ്രചൂഡം ധനുര അവനിസുതാം ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരവിശ്ച സമം ഭ്രാത്രൈ വീരൈ സദാരൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയോട് വായിച്ചോളൂ. കൃഷ്ണമാതാജി ഒരു പ്രവചിയോട്. ആ ഓം ചെല്ലട്ടെ മാതാജി. വായിച്ചോളൂ. ചൊല്ലിക്കോളൂ. ഭഗവതേ വാസുദേവായ. മാരീചം ദ്രാവയത്വാമഹം ശിരസി ശൈരരണ്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപതരജസാ പ്രാപ്യ വൈദേഹദേഹം നിന്ദാന ചന്ദ്രചൂഡം ധനുരവിസുതാമിന്ദിരാമേഘരപ്താ രാജ്യം പ്രതിഷ്ഠാസ്ത്വം ത്രിഭവരപി ച സമം പ്രാതൃവിരേ സദാരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയോട് വായിക്കൂ. പ്രവചിമാരില്ലയോ? വായിച്ചോ. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതി പദരജസാ പ്രാപ്യ വൈദേഹഗേഹം പിന്ദാനശ്ചാന്ദ്രചൂഢം ധനു അവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരവിജ സമം പ്രാതൃവീരൈ സദാരൈ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നല്ലതായിട്ടുണ്ട്. മാരീജം ദ്രാവയിത്യ മഹസരസി ശരീര അന്യരക്ഷാംസി നിഘ്നൻ. ഞാൻ പറഞ്ഞില്ലേ മാരീജ സ്വഭാവം അങ്ങനെയുള്ളവരായിരുന്നു. ഈ അവരുടെ യജ്ഞത്തിലും യാഗത്തിലും എല്ലാം ഈ രക്തം കൊണ്ടിടുക, മാംസം കൊണ്ടിടുക, പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങനെ മുടക്കുമായിരുന്നു. അതുവരെ എന്ത് ചെയ്തു? മാരീചൻ ഓടിപ്പോയി. എന്നിട്ട് ബാക്കി എല്ലാവരും നിലക്കി നിർത്തി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ മുന്നോട്ട് അവർ നടക്കുവാണെന്ന് യാഗയജ്ഞാണ് രക്ഷ ചെയ്തു. രക്ഷ ചെയ്തിട്ട് എന്ത് ചെയ്തു? കല്യാം പതിപതരജസ പ്രാപ്യ വൈദേഹഗേഹം. ഞാൻ നാളെ വരുന്നു. അവിടെ നിൽക്കാം. കഴിക്കണ്ടേ? ഹരിബോൾ. അൺമ്യൂട്ടിലിടൂ. നിങ്ങൾ സംസാരം എല്ലാരും കേൾക്കുന്നു. കല്യാ കുറുവന്നഹല്യാം പതിപതരജസ പ്രാപ്യ വൈദേഹഗേഹം. അങ്ങനെ അഹല്യ ഒരു കല്ലായി തീർന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ കഥ അറിയാമോ? എത്ര പേർക്ക് അറിയാം അഹല്യ കല്ലായിന്റെ കഥ? ശാപമോക്ഷം ആദ്യം ശാപം കിട്ടിയിട്ട് വേണം മോക്ഷം കിട്ടാന്. ഇന്ദ്രൻ അഹല്യ ഭർത്താവ് കുളിക്കാൻ പോകുന്ന സമയത്ത് അതല്ലേ? വെരി ഗുഡ്. അറിയാം. എത്ര പേർക്ക് അറിയാന്നറിയില്ല. അഹല്യയും ഗൗതമ മഹർഷിയും കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വനം കെട്ടി ഒരു കുടില് കെട്ടിയിട്ട് ഭയങ്കര തപസ്സികളാണ് അവര് രണ്ടുപേരും. ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അഹല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരിയാണ്. ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ദ്രന്റെ കുറെ കഥകൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. ഇന്ദ്രന് എന്ത് ചെയ്തു? ഈ അഹല്യയെ പ്രാപിക്കണമെന്നൊരു മോഹം ഇന്ദ്രന് വന്നു. അങ്ങനെ ഒരു സമയം എല്ലാ ദിവസവും ആണെങ്കിൽ ഗൗതമുനി എന്താ ചെയ്യുന്നത്?
ബ്രഹ്മമുഹൂർത്തത്തിലാണെന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ എന്ത് ചെയ്യും? തന്റെ സ്നാനാദി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അടുത്ത് യമുനയുണ്ട്. ആ യമുനയിൽ പോയിട്ട് സ്നാനാദി കർമ്മങ്ങൾ ചെയ്യാൻ പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഒരു ഐഡിയ എടുത്തു. ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നിട്ടേ വന്നിട്ട് ഒരു കോഴിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഈ അലാറും കിലാറും ഒന്നും ഇല്ലല്ലോ. എന്താ അവര് ചെയ്യുന്നത്? കോഴി പണ്ടുള്ള കാലം എന്റെയൊക്കെ കൊച്ചിലെ അങ്ങനെയായിരുന്നു. കോഴി കൂവുന്നതൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു നേരം വെളുത്തു എന്നൊക്കെ പറയുന്നതെന്നുള്ളതായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ബ്രാഹ്മമുഹൂർത്തത്തിന് മുന്നേ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കോഴി കൂവുന്നതായിട്ട് കോഴിയായിട്ട് നിന്നിട്ട് കൂവി കഴിഞ്ഞപ്പം ഗൗതം വിചാരിച്ചു, യോ ബ്രാഹ്മമുഹൂർത്തമായി എന്ന് പറഞ്ഞിട്ട് തന്റെ സ്നാനാദി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൗതമനാണെന്നുണ്ടെങ്കിൽ നദീതടത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ അഹല്യയുടെ അടുത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു? ഗൗതമ മുനിയുടെ വേഷം ധരിച്ചിട്ട് ഗൗതമ മുനിയെ പോലെ വന്നിട്ട് എന്ത് ചെയ്തു? അവളെ പ്രാപിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത്, പക്ഷെ അഹല്യക്ക് അത് മനസ്സിലായില്ല എന്നുള്ളതായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഗൗതമ മുനിക്ക് മനസ്സിലായി എന്തോ ഇതില് ചതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മമുഹൂർത്തം ആയിട്ടില്ല, ഇത് ചതിയാണെന്ന് മനസ്സിലായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു? അകലെ പ്രാപിച്ചിട്ട് തിരിച്ച് ഇറങ്ങുന്ന സമയത്താണ് ഇന്ദ്രനെ എന്നെ തന്നെ ഗൗതമ മുനിയുടെ വേഷത്തിലല്ലേ വന്നിരിക്കുന്നത്, ഞാൻ തന്നെയോ, ഇത് ആരാണ്, നീ ആരാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ശവിച്ച് ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭസ്മമാക്കി കളയും എന്ന് പറഞ്ഞപ്പം ഇന്ദ്രന്റെ ആ രൂപത്തിൽ തന്നെ വന്നു. പറഞ്ഞു, എന്താണ് ഇതെന്ന് ചോദിച്ചു. അന്നേരം മനസ്സിലായോ അദ്ദേഹത്തിന്? ജ്ഞാനദൃഷ്ടിയിലെല്ലാം കണ്ടു, മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനും ശാപം കൊടുത്തു. നിനക്ക് നിന്റെ ദേഹത്ത് എല്ലായിടത്തും കൃഷ്ണൻ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ആ ശാപം കൊടുക്കുന്നു. എന്നിട്ട് അഹല്യ അകത്ത് കയറി വരുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ അഹല്യ സംഭ്രമം പൂണ്ട് നിൽക്കുന്നു. ഇതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവല്ലാതെ ഒരു പരപുരുഷൻ തന്നെ തൊടുന്ന സമയത്ത് അത് പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവണം. അതുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ള ഇതിൽ വെച്ചിട്ട് ഗൗതമൻ എന്ത് ചെയ്യുന്നു? അഹല്യം ശപിക്കുന്നു. ശപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പറയും, നീ ഒരു കല്ലായി തീരട്ടെ എന്ന് പറയുന്നു. എന്താന്ന് വെച്ചാൽ താപവും മഴയും തണുപ്പും എല്ലാം കൊണ്ട് നീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എല്ലാം കൊണ്ട് നീ അവിടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് ആ ഒരു ശാപം കൊടുക്കുന്നു എന്നുള്ളതാ. കല്ലായി പോട്ടേറ്റുള്ളത്. അഹല്യാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് യാചിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ത്രേതായുഗത്തില് ഭഗവാൻ സ്വയം ശ്രീരാമനായിട്ട് വരും. അദ്ദേഹത്തിന്റെ നിന്നിൽ നീ സ്പർശിക്കുന്ന സമയത്ത് നിനക്ക് പൂർവ്വരൂപം കിട്ടും. പൂർവ്വരൂപം കിട്ടിയിട്ട് പിന്നെ എന്നെ ഹിമാലയത്തിന്റെ ഹിമാദ്രി പാർശ്വത്തിൽ ഞാൻ കാണും. അതുകൊണ്ട് ആ സമയത്ത് നിനക്ക് എന്റെ അടുത്തേക്ക് തിരിച്ചു വരാമെന്ന് പറയും. അങ്ങനെ എത്രയോ സംവത്സരങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ അഹല്യ ഒരേ ഒരു നാമം മാത്രമേ, എന്ന് ശ്രീരാമൻ വരും, രാമ 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 എന്നുള്ള ആ ഒരു നാമത്തിൽ മാത്രം താപം, വായു, എല്ലാ ആഹാരാദികളും ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാതെ ഇത്രയ്ക്കും കഷ്ടത്തില് ഇരുന്നിട്ട് ഒരേ ഒരു നാമത്തിൽ ഇരുന്ന സമയത്ത് ഭഗവാൻ സ്വയമാണെന്നുണ്ടെങ്കിൽ വിശ്വാമിത്രന്റെ കൂടെയാണല്ലേ വനത്തിൽ വന്നിരിക്കുന്നത്. അന്നേരം ആ വിശ്വാമിത്രന് കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ഭഗവാന്റെ തൃപ്പാദം ആ കല്ലിൽ തൊട്ടപ്പോഴത്തേക്ക് അഹല്യ പൂർവ്വരൂപത്തിൽ വരുന്നു. അഹല്യസ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, രാമായണത്തിലെ ഏറ്റവും വലിയൊരു സ്തുതിയാണ് അഹല്യസ്തുതി. അത്രയ്ക്ക് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സ്തുതിയാണെന്നുള്ളത്. ഭഗവാനെ സ്തുതിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതാണ് ഈ പറയുന്നത്. കല്യാൺ കുറുവൻ അഹല്യ പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹം. പിന്നെ എവിടെയാ പോയത്? വൈദേഹഗേഹത്തെ ജനക മഹാരാജന്റെ രാജ്യത്ത് പോകുന്നു. ഇപ്പൊ ഓർത്തോണം, യാഗത്തിന്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തു. പിന്നെ എവിടെയാ പോയത്? വൈദേഹഗേഹത്തിൽ പോകുന്നു. പിന്താന ചന്ദ്രചൂടൻ ധനുരവനി സുധ, പിന്നെ ഇന്ദിരാദേവിയുടെ തന്നെ, ഇന്ദിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമായിട്ടുള്ള സീത, സുധയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് അത് 3 സഹോദരങ്ങൾ, ഇവർക്ക് 3 സഹോദരിമാരുണ്ട് സീതാദേവിക്ക്. അവരെല്ലാവരും 4 പേര് ഒരേ കുടുംബത്തിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഭ്രാതർ വീരേ സദാഹരേ, അങ്ങനെ സന്തോഷമായിട്ട് രാജ്യത്തിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണം, പരശുരാമജയം, അയോധ്യ പ്രാപ്തി, ഭരതശത്രുഘ്നന്മാരുടെ മാകുല രാജാഭിഷേക വിഘ്ന എല്ലാം ഈ ഒരു ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാ പട്ടതിരിപ്പാട്. ആരുണ്ടാനേരുഷാന്തേ ഭൃഗുകുലതിലകയെ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യോദ്യ സുഗമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നൈനൈകദാദോ ഗതവതി ഭരതേ
മാതുലാസാദിവാസം താതാരാപ്ത അഭിഷേക തവ കില വിഗത കേകയാദീശപുത്രിയാ ആരും ദാനേരുഷാന്തേ പ്രകുലതിലകേ സംക്രമേയാ സ്വതേജോ യാദേ യാദോക്ഷയോദ്യാ സുഗമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതപതി പരദേ മാതുലാസാദിവാസം താതാരാപ്തോ അഭിഷേക തവ കില വിഗത കേകയാദീശപുത്രിയാ ആരും ദാനേരുഷാന്തേ ഭൃഗുകുലതിലഹേ സംക്രമേയാ സുതേജോ യാതേ യാദോസയോധ്യാ സുഗമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ യദവതി ഭരതേ മാതുലാസാദിവാസം താതാരാപ്തോ അഭിഷേക തവ കില വിഗത കേകയാദീശപുത്രിയാ ആരും ദാനേ രുഷാന്തേ ഭൃഗുകുലതിലഹേ സംക്രമേയ സ്വതേജോ യാദേ യാദോസി യോധ്യ സുഖമിക നിവസൻ കാന്തയ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതപതി ഭരതേ മാതുല സാദിവാസം താതാരാപ്തോ അഭിഷേക തവ കില വിഗത കേകയാദീശപുത്രിയാ. വായിക്കാൻ പറ്റുമോ? വായിക്കാം. ഹരേ കൃഷ്ണ മാതാജി. ആരുണാന്തേ രൂഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യാ സ്വദേശ തേജോ യാദേ യാദോസ്യയോധ്യാം സുഖമഖില നിവാസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലാസ്യാദിവാസം താതാരാബ്ദോ അഭിഷേകസ്തവ അഖില വിഗിത കേകയാദീശപുത്ര. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ആരും ദാനേ രുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജാ യാതേ യാദോസ്യയോധ്യാം സുഖമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനേകദാധോ ഗതവതി ഭരതേ മാതുലാസ്യാദിവാസം താതാരാബ്ദോ അഭിഷേകസ്തവ കില വിഗത കേകയാദീശപുത്ര്യാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരും ദാനേ രുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമ്യ സ്വതേജോ യാദേ യാദോ അസ്യ യോധ്യാം സുഖമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നൈക അധോ ഗതവതി ഭരത മാതുലസ്യാദിവാസം താതാര അബ്ദോ അഭിഷേക തവ കില വിഹിത കേകയാദീശപുത്ര്യാ. ശത്രുഘ്നേനൈകദാധോ മനസ്സിലായോ? ശത്രുഘ്നേനൈകദാധോ അത് നമ്മളെ കയ്യിൽ നിന്ന് ഇടണ്ട കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് KNOW നോ NOW നോ അല്ലേ? ആ നോ എന്നല്ലേ പറയുന്നത്. പക്ഷെ പ്രൊണൗൺസിയേഷൻ സെയിം തന്നെ. ഇത് എന്തുവായിരുന്നു വായിക്കുന്നത്? അങ്ങനെ എന്താ പറയുന്നത്, അന്നേരം അത് പ്രൊണൗൺസിയേഷന് ഒരു ശകലം ഒന്ന് മാറുന്നത്, പക്ഷെ മീനിങ് എത്രയോ മാറ്റമാണെന്ന് അറിയാമോ? എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സംസ്കൃതത്തിലെ അങ്ങനെ ഒരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു നീട്ടൽ കുറച്ചാലോ അല്ലെങ്കിൽ അല്ല അങ്ങനെ ഒന്ന് നീട്ടിയെടുത്താലോ ഇതിനകത്ത് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പോയാൽ മതി കേട്ടോ. വായിച്ചോളൂ. വായിച്ചോളൂ. ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യ അയോധ്യാം സുഖമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതപതി ഭരതേ മാതുലസ്യാദിവാസം താതാരബ്ധോ അഭിഷേക തവ കില വിഗതാ കേകയാദീശപുത്രിയാം. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. അരുന്ദാനേ രുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സദേജോ
യാദേ യാദോ അസ്യ യോധ്യാം സുഖമിഹ നിവസൻ കാന്തായ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാദോ ഗതവതി ഭരതേ മാതുലസ്യാദിവാസം സാധാരബദ്ധോ അഭിഷേകസ്ത കൃഷ്ണ താതാരബ്ധോ അഭിഷേകസ്താവ കില വിഹത കേകയാദീശപുത്ര്യാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയുടെ വായിച്ചോളൂ. യുഷാദേ ഭൃഗകുലതിലകെ സംക്രമയ സ്വദേഹം യാദേ യാദോ യാദോസ്യയോധ. കറക്റ്റാ, വായിച്ചോ, കറക്റ്റാ. സുഖമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ഗതവതി വരദേ മാതുലസ്യാദിവാസം താതാരബ്ധോ കേകയാദീശപുത്ര. കറക്റ്റാണ് വായിച്ചത്. പക്ഷെ സൗണ്ട് ഇച്ചിരി കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ഉറച്ച് നാരായണി എപ്പോഴും നല്ല സൗണ്ടിൽ വായിക്കണം കേട്ടോ. പ്രവചിമാരില്ലേ? ആരുന്ധാനേ രുഷദേ ഭൃഗുകുലതി ജഗേ സംക്രമയ്യാ സ്വതേജോ യാദേ യാദോസ്യ അയോധ്യാം സുഖമിഹ നിവസൻ കാന്തായ കാന്തമൂർത്തേ ശത്രുഘ്നൈക ദാദോ ഗതവതിത ഭരതേ മാതുലസ്യാദിവാസം താതാരക്തോ അഭിഷേകസ്തവ കില വിഹിത കേകയാദീശപുത്ര്യാം. ഹരേ കൃഷ്ണ. ആരുന്താനെ രുഷാന്തേ പ്രിയകുലത്തിലേക്ക് സംക്രമേയ ത്വജേയം. അങ്ങനെ സീതാദേവിയെ കല്യാണം കഴിച്ച് അവരെല്ലാവരോടും സന്തോഷത്തോടുകൂടി അയോധ്യയിലേക്ക് വരുന്ന സമയത്ത് ആരാണ് ഓപ്പോസിറ്റ് വരുന്നത്? വൈഷ്ണവ തേജസ്സില് ആരാണ്? പരശുരാമന്. പരശുരാമനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷത്രിയരെ എല്ലാം നിഗ്രഹിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 21 തവണ ക്ഷത്രിയരെ നിഗ്രഹിച്ച് ക്ഷത്രിയരെ എവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും പരശുരാമൻ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകും എന്നുള്ളതാണ്. അങ്ങനെ ഇവര് വളരെ സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ കല്യാണ പാർട്ടികൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആര് വരുന്നത്? പരശുരാമൻ വരുന്നു. അവിടെ തടഞ്ഞു നിർത്തി, ഞാനല്ലാതെ ഒരു രാമനോ ഈ ലോകത്തെ, ഞാൻ മാത്രമേ, നിന്നെ പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പോര് ചെയ്യൂ, യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ശ്രീരാമസ്വാമി പറയുന്നുണ്ട്, ഞാൻ വെറും ഒരു കുഞ്ഞാണ്, പൈതലാണ്, അങ്ങയോട് യുദ്ധം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ വളരെ താഴ്മയോടുകൂടി പറയുന്നുണ്ട്. അതൊന്നും അല്ല, നിങ്ങളെ ഞാൻ വിടില്ല, പക്ഷെ എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യൂ. അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീരാമസ്വാമി അവസാനം ഗതിനിരയില്ലാതെ തന്റെ അമ്മ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ വലിക്കാൻ തുടങ്ങിയപ്പം പരശുരാമൻ മനസ്സിലായി കഴിഞ്ഞു, ഇത് എന്റെ ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ തന്നെ ഒരു അംശാവതാരമാണ്. പല പല അവതാരങ്ങളുണ്ട്. പൂർണ്ണാവതാരം സാക്ഷാത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ, പരിപൂർണ അവതാരം എന്നുള്ളത്. അങ്ങനെ ഇതൊരു അംശാവതാരമാണ് പരശുരാമന്. അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭൂമിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് നിന്റെ വൈഷ്ണവ തേജസ് എന്നിലാക്കിയിട്ട് നീ മടങ്ങണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരശുരാമൻ മനസ്സിലായി, ഭഗവാനെ കുമ്പിട്ടിട്ടാണെന്ന് തന്റെ വൈഷ്ണവ തേജസ് മൊത്തം ഭഗവാനിൽ ലയിപ്പിച്ചിട്ട് പരശുരാമന് തന്റെ തപസ് ചെയ്യാൻ പോകുന്നു. ഇപ്പതും മഹേന്ദ്ര പർവ്വതത്തില് പരശുരാമൻ ഉണ്ടെന്നാ പറയുന്നത്, ചിരഞ്ജീവിയായിട്ടുണ്ടെന്നാ പറയുന്നത് പരശുരാമന്. അങ്ങനെ അയോധ്യയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് യാദോസ് യോധ്യ സുഖമിക നിവസം കാന്തയാ കാന്തമൂർത്തെ. കാന്തയോടൊപ്പം ആണെന്നുണ്ടെങ്കിൽ അയോധ്യയില് കുറെ നാള് വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. അങ്ങനെ ആ സമയത്ത് എന്താണ്? ശത്രുഘ്നയും ഐകനാഥോ ഗതവതി ഭരതേ മാതുല സാധിവാദം. ശത്രുഘ്നും ഭരതനും കൂടെ എവിടെയാ പോയത്? മാതുലന്റെ അടുത്ത്, അമ്മാവന്റെ അടുത്തേക്ക് പോകുന്നു. ആ പോകുന്ന സമയത്താണ് താതാരാപ്തോ അഭിഷേക തവകില വേഗത. താതനാണെന്നുണ്ടെങ്കിൽ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ശ്രീരാമസ്വാമി അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു. പക്ഷെ അത് മുടക്കുന്നു. ആരാക്കില വിഹിത കേകയാദീശപുത്ര, കേകയാദീശന്റെ പുത്രിയായിട്ടുള്ള കൈകേയി അഭിഷേകം മുടക്കുന്നു. ഇന്നലെ അതിന്റെ കഥ ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായല്ലോ പറയുന്നത്? നീ അടുത്തത് താതോക്തിയായ അത് കാമോ വനമന ജഗതോ സംജിതാര
പൗരാനാരുത്യമാർക്കേ കുഹനിലയഗതാത്തം ചിടാചീരധാരേ നവാസന്ധിരംഗാമദവിപദവേ പുനാ തം ഭരദ്വാജമാരാനത്യാ ത്വദ്വാക്യേതോ ഹേതു സുഖമവസ്യ ചിത്രകൂടേ ഗിരീന്ദ്രേ താദോക്ത്യായാതു കാമോ വന അനുജവദോ സംയുതാച്ചാവതാരഃ പൗരാനാരുത്യമാർഗേ കുഹനിലയഗതാത്തം ജടാചിരധാരേ നവാസന്ധിരംഗാമധിപതവേ പുനസ്തം ഭരദ്വാജമാരാത് നത്യാ ത്വദ്വാക്യഹേതോ ആദിസുഖമവസ്യ ചിത്രകൂടേ ഗിരീന്ദ്രേ താദോക്ത്യായാതു കാമോ വനമനുജവദോ സംയുതച്ചാവതാരഃ പൗരാനാരുത്യമാർഗേ ഗുഹനിലയഗതഃ തം ജടാചിരധാരേ നവാസന്ധിരഗംഗാമധിപതവേ പുനസ്തം ഭരദ്വാജമാരാത് നത്യാ ത്വദ്വാക്യഹേതോ അതിസുഖമവസ്യ ചിത്രകൂടേ ഗിരീന്ദ്രേ താദോക്ത്യാ യാതു കാമോ വനം അനുജതോ സംയുതച്ചാവതാരഃ പൗരാനാരുത്യമാർഗേ ഗുഹനിലയഗതഃ തം ജടാചിരധാരേ നവാസന്ധിരഗംഗാമധിപതവേ പുനസ്തം ഭരദ്വാജമാരാത് നത്യാ ത്വദ്വാക്യഹേതോ അതിസുഖമവസ്യ ചിത്രകൂടേ ഗിരീന്ദ്രേ താദോക്ത്യാ യാതു കാമോ വനം അനുജവധൂ സംയുതച്ചാവതാരഃ പൗരാനാരുത്യമാർഗേ ഗുഹനിലയഗത ത്വം ജടാചിരധാരി നവാസന്ധിരഗംഗാ അതിപദവി പുനസ്തം ഭരദ്വാജമാര്യാത് നത്യാ ത്വദ്വാക്യഹേതു ആദിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. വായിക്കാൻ പറ്റുമോ നോക്കിയേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതാച്ചാവതാരഃ പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതാസ്ത്വം ജടാചീരധാരി നാവാസംധീര്യ ഗംഗാമധിപതവി പുനസ്തം ഭരദ്വാജമാരാനത്വാ തദ്വാക്യഹേതോ യതി സുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താദോക്ത്യാസ്യാതു കാമോ വനമനുജ വധു സംയുതച്ചാവതാര പൗരാനാരുത്യമാർഗേ ഗുഹനിലയഗത തം ച ജടാചീരധാരി നാവാസന്ധിരഗംഗാം അതിപതവി പുനസ്തം ഭരദ്വാജമാരാത് നത്വതത്വാക്യഹേതോ അതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ഹരേ കൃഷ്ണ. നല്ലോണം വായിച്ചു. പക്ഷെ ആദ്യം ഒരു സൗണ്ട് കേട്ടിട്ടില്ലായിരുന്നോ? വായിക്കാൻ വായിക്കുന്നുണ്ടായിരുന്നു ഒരു മാതാജി. പക്ഷെ സ്ലോയിലായിരുന്നു വായിച്ചത്. എന്നാലും അതിനെ മറികടക്കരുത്. അവര് തീരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ഒരു വൈഷ്ണവ ക്വാളിറ്റി. നല്ലോണം വായിച്ചു. പക്ഷെ ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. വായിച്ചോളൂ. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതാച്ചാവതാര പൗരാനാരാധ്യമാർഗേ ഗുഹനിലയഗതാസ്തം ജടാചീരധാരി നാവാസന്ധിര്യ ഗംഗാമധിപതവി പുനസ്തം ഭാരദാജമാരാ നത്വാ തദ്വാക്യഹേതോരതി സുഖം അവവാസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കുന്നുണ്ട്. പക്ഷെ ഇച്ചിരി സൗണ്ട് വെച്ച് വായിച്ചോളൂ കേട്ടോ. നാരായണത്തിന് നല്ല സൗണ്ട് വേണം. നമ്മളെങ്ങനെയാണ് കലികാലമായ ലെക്ചർ അടിക്കുന്നവർക്ക് കാലം ഉള്ളൂന്നേ. അതുകൊണ്ട് ലെക്ചർ അടിച്ചു തുടങ്ങിക്കോ. ഇച്ചിരി സൗണ്ടിൽ തന്നെ ലെക്ചർ അടിച്ചോ കേട്ടോ. അല്ലെങ്കിൽ പിന്തള്ളപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാവതാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാസന്ധിര്യ ഗംഗാമധിപതവി പുനസ്തം ഭരദ്വാജമാരാ നത്വാ തദ്വാക്യഹേതോ അതിസുഖം
വത്സചിത്രകൂടേ ഗിരീന്ദ്രേ. അടിപൊളി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ അടിപൊളി. പ്രഭുജിമാര് വല്ലതും ഉണ്ടോ വായിക്കാന്? പ്രഭുജിമാരുണ്ടോ? കടുവറക്കുന്ന പ്രഭുജി ഒന്നും ഇല്ലേ എന്ന്? ഈ പൈതൽ പ്രഭുവിന് വായിച്ചൂടെ? വായിക്കട്ടെ മാതാജി. വായിച്ചോ. ഞങ്ങളുടെ കൊച്ചുങ്ങളുണ്ട് വായിക്കാന്. വായിച്ചോ. ഭഗവതി വാസുദേവായ താതോക്ത്യായാത് കാമോ വനമനുജവധൂ സംയുതഃ പൗരാനാരുദ്യമാർഗേ ഗുഹനിലയഗതസ്ഥം ജടാചീരധാരി നാവാസന്തീര്യ ഗംഗാമതിപദവി പുനസ്തം ഭരദ്വാജമാരാത്വാതം വാക്യഹേതോരതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നല്ലതായിട്ട് വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ എവിടെങ്കിലും ഒക്കെ ആദ്യം പഠിച്ചിട്ടുണ്ടോ? അതോ ഇപ്പം വായിക്കുന്ന ആൾക്കാരൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നതാണോ? ആദ്യമായിട്ട് പഠിക്കുന്നേ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഇല്ലയോ? എങ്ങും ആയിട്ട് പോലും ഇല്ലായിരുന്നു. നാരായണ ക്ലാസ് മാതാജിയുടെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നാളെ ആയുള്ളൂ നാരായണിയും കിട്ടി. ഗീതാ ക്ലാസ്സിന് കയറിയിട്ടുണ്ട്, നാരായണിയും കിട്ടിയിട്ടില്ല. ഗീതാ ക്ലാസ് കിട്ടിയിട്ടുണ്ട്, നാരായണിയും കിട്ടിയിട്ടില്ലായിരുന്നു. അല്ലല്ല, നിങ്ങളെല്ലാരും നല്ലോണം വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്. എന്നിട്ട് അതാ എനിക്കൊരു സംശയം, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ അതോ ഇത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്താ മതി. വെരി ഗുഡ്. പറയുന്ന കേട്ട് പഠിക്കുന്നതാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വാരിക്കോരി തന്നിട്ടുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. യാദകാമോ വനമനുജനോദോ സംയുത ചാപധാര. എന്നിട്ട് എന്തായി? ഇവിടെ ഭരതനും ശത്രുഘ്നനും അമ്മയുടെ നാട്ടിൽ പോയി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ കേകയ പുത്രി അവിടെ താതന്റെ അഭിഷേകം, താതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഭിഷേകം ശ്രീരാമസ്വാമി ചെയ്യണമെന്നുള്ള. അത് മുടക്കിച്ചു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? നേരെ എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദം ഒക്കെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗംഗാതീരത്തേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. സുമിത്ര ഒരു തേരില് ഇവരെ കൊണ്ടുപോകുന്നുണ്ട്. ആരൊക്കെയാണ് പോകുന്നത്? ശ്രീരാമസ്വാമി, സീതാദേവി, ലക്ഷ്മണന്. പിന്നെ അതും മാത്രമല്ല, പൗരാന് ഈ അയോധ്യയിലുള്ള എല്ലാ പൗരജനങ്ങളും ഇവരുടെ മാർഗേ പോയി എന്നുള്ളതാ. അത് എല്ലാവരും അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശ്രീരാമസ്വാമി ഇല്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രീരാമസ്വാമിയുടെ ഇവരുടെ ഒപ്പം പോവുക എന്നുള്ളതാണ്. അങ്ങനെ ചെന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുഹൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, കാട്ടിലെ ഇത് തന്നെയാണ്, രാജാവാണ്. ആ ഗുഹന്റെ അവിടെ ആ രാജ്യത്തെത്തുന്നു. രാജ്യത്തെത്തിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുഹന് ശ്രീരാമസ്വാമി വളരെ ഇതായിട്ട് ഭയങ്കര ഭക്തനാണ്. ശ്രീരാമസ്വാമിയെ, ലക്ഷ്മണനെ, സീതാദേവി എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. രാത്രിയിൽ അവിടെ കഴിയുന്നു. കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീരാമസ്വാമി എന്താ പറയുന്നത്? പൗരാനാരോഗ്യമാർക്ക് ഗുഹനിലേക്കേതാ തം ജടാ ചീരധാരി. ഗുഹനോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് ഒന്നും എടുക്കണ്ട. എന്താ നീ എന്താ എന്റെ ജടയൊക്കെ ചീരധാരി അത് കട്ടിപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് എന്തോ കറ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ കറ കൊണ്ടുവന്നിട്ട് അവര് തലമുടിയിലൊക്കെ പുരട്ടി ജടയാക്കി. അങ്ങനെ അവരെല്ലാവരും പൗരജനങ്ങളും എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ശ്രീരാമസ്വാമി എന്ത് പറഞ്ഞു? സുമിത്രരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവര് തിരിച്ചു പോവില്ല. ഇവര് അയോധ്യയുടെ ബൗണ്ടറി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു പോവത്തില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവർ ഉണരുന്നതിന് മുമ്പിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് സ്ഥലം കാലിയാക്കണമെന്ന് പറഞ്ഞിട്ട് അവര് ഈ പൗരജനങ്ങൾ ഉണരുന്നതിന് മുമ്പിട്ട് തന്നെ ഇവര് 3 പേരും സുമിത്രരും കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ ആരാണ്? ഗുഹനാണെന്നുണ്ടെങ്കിൽ ഗംഗയില് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാം അക്കരെ കടത്തിവിടുന്ന സമയത്ത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം കാണുന്നു. ആ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ അവരന്ന് തങ്ങിയിട്ട് ഭരദ്വാജ മഹർഷി തന്നെയാണെങ്കിൽ ചിത്രകൂടത്തിലേക്ക് പോയിട്ട് അവിടെ പാർക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ലൊരു ആശ്രമമൊക്കെ ഉണ്ടാക്കി വളരെ സന്തോഷമായിട്ട് അവര് കുറെ നാൾ അവിടെ ജീവിക്കുന്നു. താതോക്തിയായത് കാമോ വനമനുജമധൂ സംയുതച്ചാവതാര. താതന്റെ ആജ്ഞയനുസരിച്ച് അവര് വനത്തിൽ പോകുന്നു. എന്നിട്ടോ കൂടെ ആരൊക്കെ പോകുന്നുണ്ട്? പൗരാനൂദ്യമാർഗേ, പൗരന്മാര് എല്ലാവരും അവരുടെ കൂടെ പോയി. എന്നിട്ട് ഗുഹനിലേക്ക് ജടാ ചീരധാരി, ഗുഹന്റെ ആ സ്ഥലത്ത് എന്നിട്ട് ജടയൊക്കെ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നാവാ സന്ധീര ഗംഗാ മതിപദവി പുനഃ ഭരദ്വാജമാര. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ,
പൗരന്മാർ ഉണരുന്നതിന് മുമ്പിട്ട് തന്നെ ഗൂഗനോട് പറഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഗംഗയുടെ അപ്പുറത്തെ സൈഡ് ശ്രീരാമസ്വാമിയൊക്കെ പോയി. പക്ഷെ സുഭദ്രയോട് പറഞ്ഞ് രഥമാണെന്നുണ്ടെങ്കിൽ അയോധ്യയിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് തെളിയിക്കാൻ പറഞ്ഞു. അന്നേരം ആ രഥത്തിന്റെ ആ പയ്യ കണ്ടിട്ട് അതിന്റെ ആ സയൻസ് ഉണ്ടല്ലോ, അടയാളങ്ങൾ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ പൗരജനങ്ങൾ തിരിച്ച് ഞങ്ങൾ അയോധ്യ പോയെന്നുള്ള രീതിയിൽ അവരങ്ങ് അയോധ്യയിലേക്ക് പോകുമെന്നുള്ള രീതിയിൽ അങ്ങനെ സുഭദ്രരോട് പറഞ്ഞിട്ട് ഇവര് ഗംഗ പാർ ചെയ്തിട്ട് ഭരദ്വാജാശ്രമത്തിലെത്തുന്നു. ഭരദ്വാജാശ്രമത്തിലെത്തിയിട്ട് ആ ചിത്രകൂടം എന്ന് പറയുന്ന ചിത്രകൂടത്തിലേക്ക് അവർ പോയി സുഖമായിട്ട് ഒരു ആശ്രമം എല്ലാം കെട്ടി അവിടെ ജീവിക്കുന്നു. ഹേതു അതിരസുഖമവസം ചിത്രകൂടെ ഗിരീന്ദ്രേ. ചിത്രകൂടം എന്ന് പറയുന്ന ആ മലയിലെ ആ ഗിരിയില് എന്താ അവർ ചെയ്യുന്നത്, നല്ലൊരു ആശ്രമമൊക്കെ കെട്ടി വളരെ സന്തോഷത്തോടുകൂടി അവരങ്ങനെ ജീവിക്കുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ശ്രുത്യാ പുത്രാർത്തിഹിന്യൻ കലിപരമുഖ സ്വഗയാദം സ്വദാദം തപ്തോ ദത്താമുദസ്മൈ നിദതിത പരദേ പാദുകാമേദിനീച്ച അത്രേം ജ്ഞാതഗതവനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്യാ ദൈത്യം വിരാത സുഗതേ അകലയാ ചാരിഭോ ശാരഭംഗേ ശ്രുത്യാ പുത്രാർത്തിഹിന്യൻ കലിപരമുഖാത് സ്വഗയാദം സ്വദാദം തപ്തോ ദത്താംബുദസ്മൈ നിദിത ഭരദേ മാതുകാ പാദുകാമേദിനീച്ച അത്രിം നത്യാദഗത്താവനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്യാ ദൈത്യം വിരാതം സുഗതിമകലയാ ചാരിഭോ ശാരഭംഗീ. ശ്രുത്യാ പുത്രാർത്തിഹിന്യം ഹലിപരതമുഖാ സ്വഗയാദം സ്വദാദം തപ്തോ ദത്താംബുദസ്മൈ നിദതിത ഭരദേ പാദുകാ മേദിനീച്ചാം അത്രീം ജ്ഞാതഗത്യാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്യാ ദൈത്യം വിരാതം സുഗതിമകലയാ ചാരിഭോ ശാരഭംഗി. വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി. ഹരേ കൃഷ്ണ. പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാ സ്വർഗയാദം സദാദം തപ്തോ ദത്വാംബുതസ്മൈ നിദനിധ ഭരദേ പാദുകാമേദിനീഞ്ച അത്രീം നത്വാധ ഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരോധം സുഗതി അകലയാം ചാരുഭോ ശാരഭംഗീം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശ്രുത്താ പുത്രാതിഹിന്യം ഖലു ഭരതമുഖാൽ സ്വർഗയാദം സ്വദാദം തപ്തോ ദത്വാം അംബുദ തസ്മൈ നിദതിത ഭരദേ പാദുകം മേദിനീച്ച അത്രീനത്വാദഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഗതി മകലയാ ചാരു ഓശാര ഭംഗി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാ സ്വർഗയാദം സ്വദാദം തപ്തോ ദത്യാംബുദസ്മൈ നിദതിത ഭരദേ പാദുകാമേദിനീം ച അത്രീം നത്യാദഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഗതി മകലയാ ചാരുഭോ ശാരഭംഗീ. ഹരേ കൃഷ്ണ. ഹരിപോൾ. നമുക്ക് ഇത് ഇനി ആരെങ്കിലും വായിക്കാത്തവരൊന്ന് വായിച്ചോ, ഒന്ന് വായിച്ചേ. വായിക്കാത്തവരൊന്ന് വായിച്ചേ. ശ്രുത്വാ പുത്രാർത്തികിന്നം ഖലു ഭരതമുഖാൽ സ്വർഗയാദം സദാദം തപ്തോ ദത്വം തസ്മൈ നിദനിധ ഭരദേ പാദുകാമേദിനീം ച അത്രിനത്വാദഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഗതിമകലയച്ചാരു ഓശാരഭംഗി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. സുനിൽ ഒന്ന് വായിച്ചോളൂ. പ്രൗഢിമാരില്ലേ വേറെ ആരും ഇല്ലല്ലോ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വദാദം തപ്തോ ദത്വാംബുതസ്മൈ നിദതിത ഭരത പാദുകാം മേദിനീം ച അത്രീം നത്വാധ ഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയ ചാരുഭോ ശാരഭംഗീ. ഹരേ കൃഷ്ണ. ഹരിപോൾ.
ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ നാളത്തെ ക്ലാസ്സിൽ. നാളെ മീൻസ് നെക്സ്റ്റ് മൺഡേ ചെയ്യാം. എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പറയാനുണ്ട്. ഈ ഇവര് വനത്തിൽ പോയതിനു ശേഷം അന്നുണ്ടെങ്കിൽ താതനെന്താ സ്വർഗയാതം സ്വർഗത്തിലേക്ക് പോകുന്നു. അത് അന്ന് ദശരഥന് തന്നെ ഒരു ശാപം കിട്ടിയിരിക്കുന്നത്. ആ ശാപമൊക്കെ പറയാനൊക്കെ കുറെ സമയം എടുക്കും. അതുകൊണ്ട് 9:07 ഇപ്പൊ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇത് നിർത്താം. ഇതിന്റെ വിശദമായിട്ട് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ മൺഡേയിൽ പറയാനുണ്ട്. ഓരോരോ സെന്റൻസിനകത്ത് ഓരോരോ കഥകളാണെന്നുള്ളത്. അന്ന് 24,000 ശ്ലോകമുള്ള ആ രാമായണം അല്ലേ, അങ്ങനെ ഓരോ വരികളിലും എത്രയാ നോക്ക്. 5 എണ്ണത്തിനകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടം വരെ എത്തി? ശ്രീരാമസ്വാമി ജനിച്ചപ്പം തൊട്ട് വന്നിട്ട് പിന്നെ വനവാസം വരെ ആക്കി എടുത്തു എന്നുള്ളതാ. വെറും 5 ശ്ലോകം കൊണ്ട്. അന്നേരം ഇങ്ങനെ ഓരോന്നിനകത്തും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഫുൾ രാമായണമായി ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്നുള്ളതാ. നമുക്ക് ഭട്ടതിരിപ്പാടിനെ നമിക്കുക തന്നെ വേണ്ടേ, അത്രയ്ക്കും പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അന്നേരം ആ ഭട്ടതിരിപ്പാടിന്റെ എന്താ പാണ്ഡിത്യം മൊത്തം ഈ നാരായണീയത്തിലുണ്ടെന്നുള്ളത്. ആ നാരായണി നമ്മൾ ഇത്രയും ഈസി ആയിട്ടൊക്കെ വായിക്കുമെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ ഒരു കടാക്ഷം തന്നെയല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ 34, 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്ര പഠിച്ചവരായി കഴിഞ്ഞു കഴിഞ്ഞാലും ഗ്രൂപ്പിലിരുന്ന് വായിക്കുന്ന സമയം സൗണ്ട് വരില്ല. ആൾക്കാർ അതങ്ങ് മെഴുകും, പറ്റുന്നില്ല. അവർ വായിക്കാൻ കൊണ്ട് അത്രയ്ക്കും ഹാർഡ് വേർഡ്സുകളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് അത് പതുക്കെ പഠിക്കാം. പക്ഷെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക്. അത് ഒരാൾ മാത്രമല്ലല്ലോ, എല്ലാ ആൾക്കാരും ഇത് കൊണ്ട് വായിക്കുന്നുണ്ടെന്നുള്ളത്. ഒരാളോ രണ്ടാളോ ആണെന്നുണ്ടെങ്കിൽ പോട്ടെ, അവരിത്തിരി മുന്നോട്ടാണെന്ന് നോക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, എല്ലാ ആൾക്കാരും ശരിക്കും വായിക്കുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരിലും ഉണ്ടാവട്ടെ, എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നെടുത്ത ഇത്രയും ശ്ലോകങ്ങൾ ഭഗവാന്റെ തൃക്കാലത്തിൽ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ നാരായണ ക്ലാസ് ഇവിടെ നിർത്താം.